അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ബുഷ്ര റഷീദ്. ഇന്ന് ഞാൻ മലബാർ സ്പെഷ്യൽ അലിസയാണ് ഉണ്ടാക്കുന്നത്. ഈ അലിസ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാര കൂട്ടിയിട്ടോ ചിക്കൻ വരട്ടിയത്, പിന്നെ ചിലർ അച്ചാർ കൂട്ടി കഴിക്കും, അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്. പഞ്ചസാര കൂട്ടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്ക് റെസിപ്പി നോക്കാം. അലിസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് ഗോതമ്പ് 1 മണിക്കൂർ കുതിർത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ 2 ചെറിയ സവാള, 2 കഷ്ണം പട്ട, 2-3 ഏലക്ക, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം. പേസ്റ്റാക്കി എടുക്കണമെന്നില്ല, ചതച്ചെടുത്താൽ മതി. അതും കൂടെ ചേർത്ത് ഞാനൊരു കുക്കറിൽ വെള്ളം വെക്കുന്നുണ്ട്. ഒരു കുക്കറിൻ്റെ ഒരു 1/4 ഭാഗം വരെ വെള്ളം വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഈ ഗോതമ്പും മറ്റുള്ള സാധനങ്ങളും അതിൽ ചേർത്ത് വേവിക്കാനിടാം. ഞാൻ വേവിക്കുന്ന സമയത്ത് തന്നെ കുക്കറിലിടുന്നതായത് കാരണം അപ്പം തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അലിസയ്ക്ക് ഗോതമ്പ് എടുക്കുമ്പം സാധാ ഗോതമ്പല്ല, അതിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ള ക്ലീൻ ചെയ്ത ഗോതമ്പുമാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തവിടിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ക്ലീൻ ചെയ്ത ഗോതമ്പ് എടുക്കുന്നത്. ഇതിൽ ചിക്കനോ മട്ടനോ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ വേവിക്കുന്ന സമയത്ത് തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ഇടുന്നതാണെങ്കിൽ ഒരു 2-3 പീസ് ഇട്ടാൽ മതി. മട്ടനാണെങ്കിൽ ഒരു 100-150 ഗ്രാമും അതിൽ ഇറച്ചിയും നെയ്യും കൂടിയിട്ട് ചേർത്താൽ മതി. ഞാനിതിലൊന്നും ഇടാതെയാണ് വെച്ചിട്ടുള്ളത്. ഇനി കുക്കർ അടച്ച് വെച്ച് ഗോതമ്പം വേവിക്കാം. അത് 2 വിസിൽ വന്ന് കഴിയുമ്പം ഫ്ലെയിം സിമ്മിലാക്കി വെച്ച് ഒരു 3-4 വിസിൽ കൂടെ ഇട്ട് കഴിയുമ്പം അതിൻ്റെ എയർ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേവിച്ചാൽ മതി. ഞാൻ നേരത്തെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴേ ആ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ കൂടെ ഇട്ട് വേവിച്ചെടുക്കാം. ഗോതമ്പ് വേകുമ്പോഴേക്ക് അതിലേക്കുള്ള സവാള റെഡിയാക്കി എടുക്കാം. ഞാനൊരു 2 സവാള നേരിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഉതിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 കപ്പിൽ ഫുള്ള് എടുത്തിട്ടില്ല, ഗീ എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പം ഇതിൽ നിന്ന് ആദ്യം കുറച്ച് സവാള പൊരിച്ച് കോരിയെടുക്കാം. അത് ഗാർണിഷിങ്ങിന് വേണ്ടി. ഗോതമ്പ് ഇപ്പോൾ 2 വിസിലിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്ലെയിം സിമ്മിലാക്കി വെച്ച് ഒരു 3 വിസിൽ കൂടെ ഇടിക്കാം. കുറച്ച് സവാള ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ കോരിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചതിൽ നിന്നും കുറച്ച് സവാള എടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുത്തിട്ട് അത് നെയ്യോട് കൂടിയിട്ട് തന്നെ ഗോതമ്പ് വെന്ത് കഴിഞ്ഞാൽ അതിൽ ചേർത്ത് അടിച്ചെടുക്കേണ്ടതാണ്. സവാള ഇത് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ കുക്കറിൻ്റെ വിസിൽ എയറൊക്കെ പോയി കഴിഞ്ഞാൽ അത് തുറന്ന് അതിലേക്ക് ഈ സവാള വാട്ടിയത് ഇട്ട് കൊടുത്തിട്ട് വേണം മന്ത് കൊണ്ട് ഉടച്ചെടുക്കാൻ. ഗോതമ്പും ഒരുവിധം വെന്തിട്ടുണ്ട്. എന്നാലും ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഉള്ളത് കാരണം ഇതിന് ഇനി ഫ്ലെയിം കുറച്ച് വേവാൻ വേണ്ടിയിട്ടിടാം. കുക്കർ അടക്കണമെന്നില്ല, ഫ്ലെയിം കുറച്ചിട്ട് തുറന്നിട്ടിട്ട് തന്നെ വെച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഗീയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു മന്തിട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്ക് തന്നെ നല്ല ഇത് നല്ലോണം കുക്കായത് കാരണം വേഗം ഉടഞ്ഞോളും. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഉടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നിക്ക് മിക്സിയിൽ കുറച്ചൊന്ന് ചൂടാറുമ്പോൾ മിക്സിയിൽ ഒന്ന് ഒരു ബാക്കിലുള്ള ഒരു ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ബ്ലെൻഡർ ഉള്ളതാണെങ്കിൽ ബ്ലെൻഡർ ഒന്ന് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഫുഡ് പ്രോസസ്സറിൽ ചെയ്യാം. അൽസ സെർവ് ചെയ്യുമ്പം ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു കുഴി പോലെ ആക്കി അതിലേക്ക് കുറച്ച് ഉരുക്കിയ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഓയിലല്ല, ഗീ ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ സവാളയൊക്കെ പൊരിച്ചിട്ടുള്ള ഗീ ആയാലും മതി.
ഇതിൻ്റെ മേലെ പൊരിച്ച സവാളയും കാഷ്യൂം വെച്ച് ഗാർണിഷ് ചെയ്യാം. ഒരു കപ്പ് ഗോതമ്പ് എടുത്തു കഴിഞ്ഞാൽ 4-5 പേർക്ക് നന്നായി കഴിക്കാനുള്ള അലിസ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം ഒരു കപ്പ് ഗോതമ്പ് എടുത്ത് ട്രൈ ചെയ്താൽ മതി. അലിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.